ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനങ്ങളോട് നമുക്ക് പറയാനുള്ളത്, ഇവിടുത്തെ മറ്റ് ബിദ്ഈ പ്രസ്ഥാനങ്ങളോട് നമുക്ക് പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട. അത് കളിച്ചാൽ ആ പൂതി ഞങ്ങൾ അവസാനിപ്പിക്കും, യാതൊരു സംശയമില്ല എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ടിട്ട്, ഇത് അള്ളാഹു ഇഷ്ടപ്പെട്ടതായ ദീനിൻ്റെ ഒരു സംഘടനയാണ്. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ് ഇതിനെ സ്ഥാപിച്ചിട്ടുള്ളത്. ഔലിയാക്കന്മാരെന്ന് നമുക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഔലിയാക്കന്മാരെന്ന് പറയുന്നത്. വിശ്വാസം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്കത് വിശ്വാസം ചെല്ലോ. ഔലിയാവിന് വിശ്വാസം ഇല്ലാതെ ഞങ്ങളെ പിന്നിൽ ആളുണ്ടാവില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആളുകളൊക്കെ ഞങ്ങളെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം, അമ്പിയാ ഔലിയാവിൻ്റെ മരണത്തിൻ്റെ ശേഷം അവർക്കുള്ളതായ മദതുകളുണ്ടാവും. ആ മദതുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കൊക്കെ. ഞങ്ങൾക്കത് വിശ്വാസമില്ല, ഞങ്ങൾക്ക് ആ മദത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഏതായാലും നിങ്ങളെ ആശയങ്ങളൊക്കെ പറഞ്ഞു പോയിക്കോളി. സമസ്തനെ എങ്ങനെ എതിർത്തുകൊണ്ടും ആയത്തുകൾക്കുള്ളതായ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടും ഖുർആന് വിരുദ്ധമായി വരുന്ന ഹദീസുകളെ തള്ളണമെന്നൊക്കെ പറഞ്ഞിട്ട്, ഖുർആന് വിരുദ്ധമായി ഹദീസ് വരില്ലല്ലോ.